വട്ടിയൂർക്കാവിലെ 151 നമ്പർ ബൂത്തിൽ വോട്ടെടുപ്പ് നിർത്തിവച്ചിരിക്കുന്നു. ഇവിടെയും കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുന്നത് താമരയ്ക്ക് പോകുന്നു എന്ന പരാതിയെ തുടർന്നാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. KG ദിനകർ ചേരുന്നു. ദിനകർ, കോവളം ചൊവ്വരയിൽ ഉണ്ടായതിന് സമാനമായ അതേ സംഭവം ഇവിടെ ആവർത്തിക്കുകയാണോ ദിനകർ? ഈ നിലവിൽ വട്ടിയൂർക്കാവ് ഇത് രണ്ടാമത്തെ ബൂത്തിലാണ് ഇത്തരത്തിൽ സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. പോൾ ചെയ്യുന്നത് കൈപ്പത്തിയിലാണെങ്കിലും വോട്ട് രേഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ലൈറ്റ് തെളിയുന്നത് താമരയിലാണ് എന്നതാണ് വസ്തുത. രാവിലെ കോവളം മണ്ഡലത്തിലെ ചൊവ്വര 151 ബൂത്തിലാണ് ഇത്തരത്തിൽ ആദ്യ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അത് പിന്നീട് വോട്ടിംഗ് നിർത്തിവെക്കുകയും പിന്നീട് പുനരാരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ രണ്ടാമതായി വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ 151 ബൂത്തിലാണ് ഇത്തരത്തിൽ സംഭവം കണ്ടെത്തിയിരിക്കുന്നത്. വോട്ട് രേഖപ്പെടുത്തിയത് കൈപ്പത്തിക്കാണ്. പക്ഷേ വോട്ട് രേഖപ്പെടുത്തിയത് കൈപ്പത്തിക്ക്, പക്ഷേ ചിഹ്നം തെളിഞ്ഞു വരുന്നത് താമരയാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അവിടെയും വോട്ടെടുപ്പ് നിർത്തിവെച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലാണ് ഈ 151 ബൂത്ത് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ വോട്ടെടുപ്പ് നിർത്തിവെച്ചിരിക്കുന്നു. സംഭവത്തെക്കുറിച്ച് പരിശോധിക്കണം എന്ന ആവശ്യം LDF ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു, UDF ഉന്നയിച്ചിരിക്കുന്നു. രണ്ടിടത്തും 151 നമ്പർ ബൂത്തുകളിലാണ് ഇത് സംഭവിച്ചത് എന്ന ഒരു യാദൃശ്ചികത കൂടി ഉണ്ട്. അത് എന്താണ് എന്നത് സംബന്ധിച്ച് പരിശോധിക്കപ്പെടേണ്ട ഒരു വസ്തുത തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചൊവ്വരയിൽ നടന്ന സംഭവം തീർത്തും കേവലം സാങ്കേതികം മാത്രമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒപ്പം ജില്ലാ ഭരണാധികാരിയും വ്യക്തമാക്കിയത്. എന്നാൽ വീണ്ടും ഇത്തരത്തിൽ ഒരു സംഭവം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ 151 ബൂത്തിൽ നടന്നിരിക്കുന്നു. ഇപ്പോൾ LDF പ്രവർത്തകരും UDF പ്രവർത്തകരും ഇത് സംബന്ധിച്ച് പരാതി ഉന്നയിക്കും എന്നും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. രണ്ട് മണ്ഡലങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടിടത്താണ് ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കുമ്മനം രാജശേഖരനാണ് ഇവിടെ മത്സരിക്കുന്നത് എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. BJPയുടെ പ്രമുഖനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ശക്തമായ ത്രികോണ മത്സരം എന്ന പ്രതീതി ഉളവാക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. ഈ മണ്ഡലത്തിൽ ആണ് ഇപ്പോൾ ഇത്തരത്തിൽ കൈപ്പത്തിക്ക് കുത്തുമ്പോൾ താമര ചിഹ്നം തെളിയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ടാമത്തെ ബൂത്തിലും ഈ വോട്ടെടുപ്പ് നിർത്തിവെച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്ന 151 നമ്പർ ബൂത്തിലാണ് ഇത്തരത്തിൽ കൈപ്പത്തിക്ക് വോട്ട് കുത്തുമ്പോൾ താമര ചിഹ്നം തെളിയുന്നത് ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ വോട്ടെടുപ്പ് നിർത്തിവെച്ചിരിക്കുന്നു. അല്പസമയത്തിനകം ഒരുപക്ഷെ ഇത് സംബന്ധിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും ഇത്തരത്തിൽ പുറത്തു വരുന്ന രണ്ടാമത്തെ വാർത്തയാണ് ഇത്. രണ്ട് മണ്ഡലങ്ങളിലെ രണ്ട് ബൂത്തുകളിലാണ് ഇത്തരത്തിൽ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ച് വലിയ പരാതികൾ നേരത്തെ ദിനകരമായി ടെലിഫോൺ ബന്ധം നഷ്ടമായിരിക്കുന്നു. ഏതായാലും വളരെ ഗൗരവമുള്ള ഒരു വാർത്തയാണ്. നേരത്തെ കോവളം മണ്ഡലത്തിലും 151 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുമ്പോൾ അത് താമരയ്ക്ക് തെളിയുന്നതായി പരാതി വരുന്നതിനെ തുടർന്ന് വോട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു. ഇപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇതേ സംഭവം ആവർത്തിച്ചിരിക്കുന്നു. കോൺഗ്രസിന് വോട്ട് ചെയ്യുമ്പോൾ അത് BJPക്ക് തെളിയുന്നു. ഈ സംഭവം യാദൃശ്ചികമല്ല, ഇതിന് പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ടോ എന്ന സംശയമുള്ളതായി ഉള്ള പ്രതികരണങ്ങൾ കൂടി